ഓവർ ഹെഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അലോക്കേഷനും അപ്പോഷ്മെന്റും റീ അപ്പോഷ്മെന്റും വരുന്ന ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ, നത്തിങ് ഗ്രേറ്റ്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. Overhead. Following details are taken from the books of ABC Limited for the month of October. Indirect material, indirect wages, other expense. ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ശ്രദ്ധിക്കണുണ്ടോ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഏതൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്? എക്സ്, വൈ, സെഡ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ്? മെയിൻ്റനൻസും സ്റ്റോറും. അപ്പൊ ഇത് ഏത് പ്രകാരമുള്ളതാണ് ഈ എമൗണ്ട്? ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഏത് പ്രകാരം? ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസും അതുപോലെ തന്നിട്ട് കണ്ടില്ലേ? നോട്ട് ചെയ്ത് വെക്കുക. ആസ് പെർ ഏതാണ്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ളതാണ്. ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഏതാണ്? സിമ്പിൾ ഇവിടെ പറഞ്ഞ അലോക്കേഷൻ ഉണ്ട്, പിന്നെ ഏതുണ്ട്? അപ്പോഷ്മെന്റ് ഉണ്ട്. അതിൽ അപ്പോഷ്മെന്റ് ആയിട്ടില്ല. ഏതിപ്പോ പറഞ്ഞിട്ടുള്ളൂ? അലോക്കേഷനെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ആണോ? എക്സ്ക്യൂസ് മീ, ഈ രണ്ടും ഏതാണെന്നാ പറഞ്ഞത്? അലോക്കേഷൻ ആണ്. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രത്യേകം വേർതിരിച്ചറിയുന്നതാണ് ഇത് അലോക്കേഷൻ. അങ്ങനെ അലോക്കേറ്റബിൾ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അവിടെ കണ്ടില്ലേ എഴുതിയിരിക്കുന്നത്? കണ്ടില്ലേ? എന്താ? ഐറ്റം. പിന്നെ ഏതാ? ബേസിസ് ഓഫ് അപ്പോഷ്മെന്റ്. അതോടെ അലോക്കേഷൻ എഴുതി കണ്ടില്ലേ? എന്നിട്ട് ഒന്നുമില്ല, ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? എഴുതി നോക്കി നോക്ക്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഈ എമൗണ്ട് ആയിട്ട് ഉള്ളത് പറയും. 19,000 പറയണ, 24, 4,000, പിന്നെ ഏതാണ്? 30,000 ആൻഡ് 8,000. അതേപോലെ തന്നെ 18,000, 22,000, 6,000, 20,000 ആൻഡ് 13,000. കണ്ടോ? അതുപോലെ എടുത്ത് എഴുതി. നത്തിങ് ഗ്രേറ്റ്. അടുത്തത് അലോക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത സാധനം ഏതാണ്? ഓക്കെ അല്ലേ? ഇതൊക്കെ ഏതിനുള്ളതായിരിക്കും? അപ്പോഷ്മെന്റിനുള്ളതായിരിക്കും. ഏതിനായിരിക്കും? അപ്പോഷ്മെന്റ്. ഏതൊക്കെയാണ് അപ്പോഷൻ ചെയ്യാനുള്ള ഓവർ ഹെഡുകൾ? പവർ ആൻഡ് ലൈറ്റിംഗ് 1,20,000. റെന്റ് റേറ്റ് ഉണ്ട്, ഇൻഷുറൻസ് ഓഫ് അസറ്റ് ഉണ്ട്, പിന്നെ മീൽസ് ചാർജ് ഉണ്ട്, ഡിപ്രീസിയേഷൻ 60% ഓഫ് ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്ത് ചെയ്യണം? ഇത്രയും സാധനമുള്ളത് കണ്ടില്ലേ? പവർ കണ്ടില്ലേ? ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ്, റെന്റ് റേറ്റ്, പിന്നെ മീൽസ് ചാർജ്. ഇത്രയും സാധനം എന്ത് ചെയ്യാനുള്ളതാണ്? അപ്പോഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസുകൾ നോക്കണം. ആദ്യം പവറിൻ്റെ ഏതാണ്? കിലോ വാട്ട് ഹവർ. നിങ്ങൾ നോക്കിയാൽ മതി. അതിന് താഴെ നോക്കിയിട്ട് ഇതെല്ലാം ഇവിടെ നോക്കിയാൽ കിട്ടും. പവർ ഏതാണ്? കിലോ വാട്ട് ഹവർ അല്ലേ? ഇതെല്ലാം റേഷ്യോ. ഓക്കെ അല്ലേ? യെസ്. റേഷ്യോ ആക്കുന്നതിനെ കുറിച്ച് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. 250. അപ്പോൾ ഇതിന് 1 എന്ന് കൊടുക്കാം. 750 എത്ര? 250 3 അല്ലേ? ക്ലിയർ? അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവരിവിടെ ചെയ്തുള്ള എന്താ? ഇവിടെ വലുത് തന്നെ എടുത്ത് അല്ല, 200:220, 80:75, 25:25. അവരെന്ത് ചെയ്ത്? 0 അങ്ങ് വോമിറ്റ് ചെയ്തു അല്ലേ? ഓരോ 0 എടുത്തിട്ടുണ്ട്, ഒഴിവാക്കി. ക്ലിയർ അല്ലേ? ഇനി ചെറുതാക്കി വെട്ടി പ്രാസപ്പിച്ച് വരുമ്പോഴത്തേക്ക് സമയവും. അതിൽ നല്ല എന്ത് ചെയ്യണം? കിട്ടുന്നില്ലെങ്കിൽ വലിയ ഫുൾ എമൗണ്ട് എടുത്തിട്ട് റേഷ്യോ കാണും. സിമ്പിൾ. ഓക്കെ, ഒന്നാ കഴിഞ്ഞു. ഇനി അടുത്തേതാ? റെന്റ് ആൻഡ് റേറ്റ്. ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഏരിയ ബേസ് ചെയ്ത്. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് ഇക്വേഷൻ ആക്കുക. ഏതാ? 4:4:3:2:1. ഓക്കെ അല്ലേ? എവിടെ റെന്റ്? ഇവിടെ ഇല്ല. ഓക്കെ, 4:4:3:2:1. യെസ്. അടുത്തേതാ? ഇൻഷുറൻസ് ഓഫ് അസറ്റ്. അപ്പൊ അസറ്റിന്റെ വാല്യൂമായി ബന്ധപ്പെട്ടത് അല്ലെ? വാല്യൂ ഓഫ് അസറ്റ്. എവിടെ വാല്യൂ ഓഫ് അസറ്റ്? ദ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്. അപ്പൊ തന്നെയാണ് ആ റേഷ്യോ. ക്ലിയർ? യെസ്. 20:24 കണ്ടില്ലേ? 16 കണ്ടില്ലേ? 12 ഏതാണ്? 8. കഴിഞ്ഞോ? ഒന്ന് മീലുണ്ട്. മീൽ എന്തിനനുസരിച്ചാണ്? നമ്പർ ഓഫ് എംപ്ലോയി. സിമ്പിൾ അല്ലേ? നമ്പർ ഓഫ് എംപ്ലോയിനനുസരിച്ച് മീൽ കൊടുക്കുക. നമ്പർ ഓഫ് എംപ്ലോയി റേഷ്യോ ചെറുതാക്കിയാണ്. അടുത്തത് ഏതാണ്? ഡിപ്രീസിയേഷൻ. അതും ഏതിനെ ബേസ് ചെയ്തിട്ടാവും? ക്യാപിറ്റൽ വാല്യൂ. ഡിപ്രീസിയേഷനുള്ള ഓൾസോ വാല്യൂ ഓഫ് അസറ്റ്. ഓക്കെ അല്ലേ?
എത്രയാണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് വരാം? കാൽക്കുലേറ്റ് ചെയ്യലാണ്. 6% അല്ലേ? വാല്യൂ ഓഫ് അസറ്റിൻ്റെ എത്രയാണ്? 6% എടുക്കണം. ഓക്കെ, 20 lakh ആണ് ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്. 20 lakh കിട്ടി. ഓരോന്ന് അപ്പം ഇങ്ങനെ കണ്ടാൽ മതി ഓരോന്നിൻ്റെ അല്ലേ. ഇവിടെ 20 ലക്ഷം എടുക്കുക മക്കളെ. എക്സ്ക്യൂസ് മീ, ആ 20 ലക്ഷത്തിൻ്റെ എത്ര ശതമാനം? 6%. പ്രത്യേകം നോട്ട് ചെയ്യണം, ഇതൊരു മാസത്തെയാണ്. ഏതാണ്? ഒക്ടോബറിൻ്റെ. ഒന്ന് ഹൈലൈറ്റ് ചെയ്താണ് ഒക്ടോബർ. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ കണ്ടേ 6% കാണാം. ഇതിൻ്റെ ഏതാണ്? 1/12 എത്ര വരും? 10,000. ഞാൻ അടുത്ത എങ്ങനെ കാണാം? 24 ലക്ഷത്തിൻ്റെ 6% ഇൻറ്റു 1/12 എത്ര വരും? 12,000. അപ്പോൾ സത്യത്തിൽ ഇത് ഈ റേഷ്യോയിലൊക്കെ വീതിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഓക്കെ അല്ലേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതത് സ്ഥലത്തെ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റിൻ്റെ എത്ര ശതമാനം? 6% കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക? 1/12 പഠിക്കുക. 1/12 പഠിക്കാൻ കാരണം നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒരു മാസത്തെയാണ് തന്നിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ 6% പെർ ആനാണ്, പെർ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മെയിൻ ചെയ്യണം. യെസ്, അടുത്തത് എല്ലായില്ലേ? അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു? അലോക്കേഷൻ കഴിഞ്ഞു, അപ്പോഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പോകണം? റീ അപ്പോഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള കോസ്റ്റുകളെ ഇത്രയും സാധനത്തെ എന്ത് ചെയ്യാം? അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതേ കിട്ടും. അതിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വിൽ നോട്ട് ജനറേറ്റ് എനി പ്രൊഡക്റ്റ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർ ഹെഡ് ഷുഡ് ബി റീ അപ്പോർഷൻ ടു എവിടേക്കാ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർ ഹെഡ് എത്രയുള്ളത്? 90,000 ഉണ്ട്. പിന്നെ ഇതുണ്ട് 40,000 ഉണ്ട്. ഇത് ആർക്ക് ഉള്ളതാ? എക്സിനും വൈനും സെറ്റിനും. പല കേസും പറഞ്ഞിട്ടുണ്ട്. റിസിപ്രോക്കൽ, നോൺ റിസിപ്രോക്കൽ അല്ലേ? റിസിപ്രോക്കൽ തന്നെ സ്റ്റെപ്പ് ലേഡറും സൈമിൾട്ടേനിയസ്. ഇവിടെ ഏതാ ഉദ്ദേശിച്ചുള്ളവർ? സൈമിൾട്ടേനിയസ് ആ. സർവീസ് റെൻഡേഡ് ബൈ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്രയാണ്? എക്സ് എത്രയാണ്? 50, വൈ 30, സെഡ് എത്രയാണ്? 20. സർവീസ് റെൻഡേഡ് ബൈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്രയാണ്? 40, പിന്നെ ഏതാണ്? 20. ഓക്കെ, ഇതാ. അപ്പോൾ ഈ എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റേഷ്യോ ഒരു തന്നിട്ടുണ്ട്. എത്ര ഉള്ളത്? 5:3:2. അതാണ് 5:3:2. സിമ്പിളാണ്. 90,000 ആർക്ക് മാത്രം. അപ്പോൾ ഇത് ഏതാണ്? ഓൺലി ടു ആർക്ക് മാത്രം റീപോർഷൻമെന്റ്. ഓൺലി ടു ആർക്ക് മാത്രം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അടുത്ത കോംപ്ലിക്കേഷൻ വരെ എപ്പോഴാണ്? ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അവിടെയാണ് ഏത് വരാം? റെസിപ്രോക്കലും നോൺ റെസിപ്രോക്കലൊക്കെ വരാം. ഓർക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാം? സൈമിൾട്ടേനിയസ് ഒക്കെ ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ആ 90,000 5:3:2 അതേപോലെ 40,000 4:4:2 വീതിച്ചു കൊടുത്താൽ പരിപാടി വരും. അങ്ങനെ ടോട്ടൽ ഓർഡർ കിട്ടും. ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടിട്ടുള്ളത്? Prepare departmental distribution summary showing the apportionment of cost of service department to production department and the total overhead of the production department. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എങ്ങോട്ട്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീ അപ്പോർഷൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അലോക്കേഷനും അപ്പോർഷൻമെൻറ്റ് നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണെന്ത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. റീ അപ്പോർഷൻമെൻറ്റ് പറയുന്നതാണെന്ത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ഏതാണ്? കോസ്റ്റ് ബുക്ക് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താ തന്നിട്ടുള്ളത്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ആസ് പെർ ഏത് പ്രകാരം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്നതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ആക്റ്റീവ് ആണ്. മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, ഓവർ ഹെഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓവർ, സെല്ലിംഗ് ഓവർ, പ്രിലിമിനറി എക്സ്പെൻസ്. പ്രിലിമിനറി എക്സ്പെൻസ് ഒന്നും എവിടെ എടുക്കില്ല? കോസ്റ്റ് ഷീറ്റിൽ എടുക്കില്ല. പിന്നെ സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസ്, മെറ്റീരിയൽ ഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ട്. ഡിവിഡൻഡ് എവിടെ എടുക്കാത്തതായിട്ടാണ്? കോസ്റ്റിങ്ങിൽ എടുക്കാത്ത. ഓക്കെ അല്ലേ? കോസ്റ്റ് ഷീറ്റിൽ.
കമ്പനി മാനുഫാക്ചർ. അപ്പോൾ ഈ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എത്ര ഉള്ളതാണ്? 65,120. കമ്പനി മാനുഫാക്ചർ ആൻഡ് സ്റ്റാൻഡേർഡ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് ഓഫ് ദ കമ്പനി തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർ അബ്സോർബ് ചെയ്യുന്ന പ്രൈം കോസ്റ്റിന്റെ എത്ര ശതമാനം? 20%. അഡ്മിനിസ്ട്രേഷൻ എത്ര പറയുന്നത്? 3 പെർ ഫിനിഷ്ഡ് യൂണിറ്റ്. നമ്മൾ എത്ര ഫിനിഷ്ഡ് യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും? 24,000 വിറ്റുണ്ട്, 800 എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര ഉണ്ടായിട്ടുണ്ടാവും? 24,800. ഓപ്പണിംഗ് സ്റ്റോക്ക് യൂണിറ്റ് തന്നിട്ടുണ്ടാ? ഇല്ല. അപ്പോൾ 24,800 ഇൻറ്റു എത്ര അടിക്കണം? 3. ഓക്കെ അല്ലേ? 24,800 ഇൻറ്റു 3 ഇതല്ല, 24,800 ഇൻറ്റു 3 അടിച്ച് എന്ത് കിട്ടും? അഡ്മിനിസ്ട്രേഷൻ കിട്ടും. ദെൻ സെല്ലിങ് 4 പെർ യൂണിറ്റ് സോൾഡ്. അപ്പോൾ 4 ഇൻറ്റു എത്ര അടിക്കേണ്ടത്? 24,000. ഓക്കെ. വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ഇൻ വാല്യൂഡ് അറ്റ് ഏതാണ്? പ്രൈം കോസ്റ്റിലാണ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത്. പിന്നെ കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് കാണാൻ? നെറ്റ് പ്രോഫിറ്റ്. അതെ, കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ഉണ്ടാക്കുന്നു. മെറ്റീരിയൽ എങ്ങനെ കാണാൻ പറയും? 5,48,000 മൈനസ് ഏതാണ്? 12,800. ഓർക്കുണ്ടാവും അല്ലേ? ക്ലാസ്സിലൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻ. 5,48,000 എത്ര കുറയ്ക്കാം? 12,800 കുറയ്ക്കാം. കാരണം നമ്മൾ ഫിനിഷ് ചെയ്യാനുള്ള ഗുഡ്സിന് എത്ര എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളൂ? 5,35,200. അതേപോലെ തന്നെ വേജസ് 3,02,200 ലെസ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 2,94,800. പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിന്റെ 20% ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ സിമ്പിളാണ്. 24,800 എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഇൻറ്റു എത്രയാണ്? 3. അപ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇനി ഇതിൽ നിന്ന് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പറയട്ടെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്തത്? ഓർക്കണ്ടോ? എന്താ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് അൺസോൾഡ്. എത്രയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നത്? ഇതാ 10,70,400. എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നത്? 24,800. അതിൽ എത്ര യൂണിറ്റ് അപ്പോൾ വിൽക്കാതെ എടുക്കുന്നത്? 800. അപ്പോൾ വാല്യൂ ചെയ്ത് എത്ര വരും? 34,529. ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടത് പകരം നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ഇമ്പാക്റ്റ് എന്താണ്? സെയിം. അപ്പോൾ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 24,000 ഇൻറ്റു 4 ഡിസ്കസ് ചെയ്താണ്. അങ്ങനെ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. സെയിൽസ് 12 ലക്ഷത്തിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽസ് ലെസ് ചെയ്താൽ പ്രോഫിറ്റ് എത്ര കിട്ടും? 68,129 കിട്ടും. ഇതുവരെ ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഈ പ്രോഫിറ്റിന് വ്യത്യാസം ഉണ്ടാക്കാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ തീരുമാനിക്കുന്നത്? പ്രോഫിറ്റ് ആസ് പെർ ഏതാണ്? കോസ്റ്റ് റെക്കോർഡ്സ്. അതേ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 68,129. ഇനി മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടാക്കുമോ? ഇവിടെ മെറ്റീരിയൽ എത്ര ഉള്ളത്? 5,48,000. ഇവിടെ എത്ര മെറ്റീരിയൽ? 5,35,000. വ്യത്യാസം ഉണ്ടാക്കൂലേ? ഉണ്ടാക്കുമോ? ഇല്ല. ഇവിടെ മെറ്റീരിയൽ 5,48,000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രെഡിറ്റ് 12,800 കൊടുത്തപ്പോൾ നെറ്റ് എമൗണ്ട് എത്ര തന്നെയാണ്? 5,35,200. അപ്പോൾ അവിടെ എന്താണ്? സെയിം. ഓൾറെഡി പറഞ്ഞല്ലേ, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട്. ഡയറക്റ്റ് വേജസ് 3,02,700 കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഈ P&L ഉള്ളത്. അത്ര തന്നെയാണ് ഇവിടെ ഉള്ളത്. 2,04,800 വ്യത്യാസം ഉണ്ടാവില്ല. അടുത്തായിട്ട് എന്താ പറയുന്നത്? ഫാക്ടറി ഓവർഹെഡ് 1,66,000 ഉണ്ടാക്കും. ഇവിടെ എത്ര ഉള്ളത്? 2 ഓക്കെ. അപ്പോൾ അതും ഉണ്ടാക്കില്ല. 1,66,000. ഇവിടെ എത്ര വന്നത്? 1,66,000. എങ്ങനെയോ വന്നതാ. അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല തെറ്റി. ഇവിടെ 1,66,000 1,66 മൈനസ് ഏതാണ്? 4,000. ഇവിടെ എത്ര വന്നു? 1,62,000. അപ്പോൾ ഫിനാൻഷ്യലിൽ നിന്ന് എത്ര കുറച്ചിട്ടുണ്ട്? 1,62,000. കോസ്റ്റിംഗിൽ നിന്ന് എത്ര കുറച്ചുള്ളത്? 1,66,000. 4,000 കൂടുതൽ ഇവിടുന്ന് കുറച്ചിട്ടുണ്ട്. കോസ്റ്റിംഗിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. കൂടുതൽ കുറച്ചാൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 4,000 ആഡ് ചെയ്യാം. കണ്ട? ഓക്കെ ആണോ? ക്ലിയർ? 4,000 ആഡ് ചെയ്യാം. ഇതെന്താ സിറ്റുവേഷൻ? കൂടുതലായി കാണിച്ചത് എവിടെയാണ്? കോസ്റ്റിങ്ങിലാണ്. ഓവർ അബ്സോർപ്ഷൻ അല്ല. അപ്പോൾ അബ്സോർബ് ചെയ്തത് 1,66,000. ഓക്കെ. ആക്ച്വൽ വന്നത് 1,66,000 ലെസ് ചെയ്ത് 1,62,200. അപ്പോൾ ഓവർ അബ്സോർപ്ഷൻ ആണ്. എന്ത് ചെയ്തു? ആഡ് ചെയ്തു. വൺസ് ഓവർ അബ്സോർപ്ഷൻ ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഓവർഹെഡ് വരെ മിക്കവാറും എന്തായിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓക്കെ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും. അഡ്മിനിസ്ട്രേഷൻ 76,480 ആണ്. ഇവിടെ എത്ര ഉള്ളത്?
74 നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഡിഫറൻസ് എന്ത് ചെയ്യേണ്ടി വരും, ലെസ് ചെയ്യേണ്ടി വരും. അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓവറോഡ് എത്ര വരുന്ന ഡിഫറൻസ് 2080. ദെൻ അടുത്ത ഐറ്റം സെല്ലിംഗ് ഉണ്ട് 90,000 ആണ്. ഇവിടെ എത്ര സെല്ലിങ് 96,000. ഓവർ അബ്സോർപ്ഷൻ ആണ്, എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. 6,000 ഓവർ അബ്സോർപ്ഷൻ എന്ത് ചെയ്ത് ആഡ് ചെയ്ത്. അടുത്ത ഐറ്റം പ്രിലിമിനറി എക്സ്പെൻസ് ഫിനാൻഷ്യൽ നിന്ന് കുറച്ചിട്ടുണ്ടാവും, കോസ്റ്റിംഗ് നിന്ന് കുറച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. 12,000 രൂപ എന്ത് ചെയ്യണം, കുറയ്ക്കണം. പ്രിലിമിനറി എക്സ്പെൻസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് റെക്കോർഡ്സ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പുറത്തേക്ക് പോകാം. സെയിൽസ് വ്യത്യാസമുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞു എന്തായിട്ടാണ് ഉപയോഗിക്കേണ്ടത്, ഇൻകം ആയിട്ട്. എന്തായിട്ടാ, ഇൻകം. 32,000 രൂപയാണ് ഇവിടെ ഇൻകം കാണിച്ചുള്ളത്. ഇവിടെ എത്ര കാണിച്ചിട്ടുള്ളത്, 34,525. കൂടുതൽ ഇൻകം ആഡ് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കോസ്റ്റിങ്ങിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻകത്തെ കൂടുതൽ ആഡ് ചെയ്ത് കുറയ്ക്കണം. ഡിഫറൻസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. കണ്ടോ, ഓവർ വാല്യൂഷൻ ഓഫ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ഇൻ കോസ്റ്റ് റെക്കോർഡ്. ശരിയല്ലേ, ശരിയല്ലേ. ഓവർ വാല്യൂഷൻ എന്നല്ലേ അതിൽ പറയാം. ഇവിടെ 32,000 ഉള്ളത് ഇവിടെ എത്ര കാണിച്ചിട്ടുണ്ട്, 34. കൂടുതലായിട്ട് ഇൻകം ആഡ് ചെയ്തത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ദെൻ അടുത്തതാണ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്താണ്. ഡിവിഡൻഡ് റിസീവ്ഡ് 3,600 അങ്ങനെ ഒരു ഇൻകം എവിടെ ആഡ് ചെയ്തിട്ടില്ല, കോസ്റ്റിങ്ങിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റിങ്ങിൽ അത് ആഡ് ചെയ്യണം. ഡിവിഡൻഡ് എല്ലാം ഇല്ലേ, 1, 2, 3 നമ്മളൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു അല്ലേ. യെസ്. അപ്പോൾ അങ്ങനെ എവിടേക്ക് എത്തും, 65, 120 എത്തും. 65, 120 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ദാറ്റ്സ് ഓൾ. ചെയ്തു. അടുത്ത ബാച്ച് കോസ്റ്റിംഗ് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്.